മന്നത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞാൽ മന്നത്ത് പത്മനാഭ പിള്ള എന്ന് പറയുന്നതിലെ പിള്ള എന്ന് പറയുന്ന പേര് മാറ്റി മന്നത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സമുദായത്തിൻ്റെ ആചാര്യനായിരുന്നു. പെരുന്നയിൽ നിന്ന് മന്നത്ത് പത്മനാഭൻ ഒരു ആഹ്വാനം നടത്തിയാൽ വൈക്കത്ത് ക്ഷേത്രത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്കൊരു സവർണജാഥ തന്നെ പേര് നടത്തിയപ്പോൾ ആബാലവൃത്ത ജനങ്ങളും അത് ശ്രദ്ധിച്ചു, പ്രത്യേകിച്ച് നായന്മാർ അത് അനുസരിച്ചു. അത് കഴിഞ്ഞ് പി.കെ. നാരായണപ്പണിക്കർ വന്നപ്പോഴും വലിയ പേരായിരുന്നു നായർ മഹാസഭയ്ക്ക് കരയോഗങ്ങൾക്ക് കേരളത്തിലുണ്ടായിരുന്നത്. പക്ഷെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ഏതാണ്ട് കച്ചവടം, അത് നമ്മുടെ മുരാരി ബാബു വഴിയുള്ള സ്വർണ്ണ കച്ചവടമാണോ അതോ മകളുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ടതാണോ വേറെ ചില കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണോ? എന്തായാലും നല്ല ബന്ധമുണ്ട്. എനിക്ക് കൂടി വ്യക്തിപരമായി അറിയാമെന്നുള്ളൊരു കാര്യമുണ്ട്. ഒരു വർഷത്തെ മലയാള ഭാഷയ്ക്ക് സംഭാവന കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുടെയും അധ്യാപകരുടെയും അവാർഡ് നിശ്ചയിച്ചു. അതിലെനിക്ക് വേണ്ടപ്പെട്ട അറിയാമെന്നുള്ള ഒരാളിൻ്റെ പുസ്തകം കൂടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ അവാർഡ് കമ്മിറ്റി സെലക്ട് ചെയ്തു. അപ്പോൾ ചീഫ് സെക്രട്ടറി കമ്മിറ്റി ആയിട്ടുള്ള ചെയർമാനുള്ള കമ്മിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ 3 പേരാണ് അവസാനമായി വന്നത്. 3 പേരിൽ ഒന്നെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിലുള്ള തന്നെ ഒരു വനിത, പിന്നെന്നത് പറയുന്നത് എനിക്കറിയാമെന്നുള്ളൊരു സുഹൃത്ത്, മൂന്നാമതൊരാൾ വന്നത് ഒരു കോളേജ് അധ്യാപിക, NSS കോളേജിലെ ഒരു അധ്യാപിക മിടുക്കിയാണ്. അവർക്കാണ് പക്ഷെ അപ്രാവശ്യം ഒന്നാം സ്ഥാനം കിട്ടിയത് ആ ഭാഷയുടെ പ്രോത്സാഹനത്തിൽ, ശ്രേഷ്ഠ ഭാഷയിൽ. അത് പക്ഷെ കൊടുക്കുന്നതിൽ NSSന്റെ ഒരു കത്ത് CMന്റെ മുഖ്യമന്ത്രി ഓഫീസിൽ ഉണ്ടായിരുന്നുവെന്ന് വളരെ ആധികാരികമായ സ്രോതസ്സിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അന്ന് പക്ഷേ NSSുമായി നല്ല ടേംസിലല്ല, അപ്പോൾ പോലും കത്ത് കൊടുത്തു. പിന്നെ അതിനുശേഷമാണ് വലിയ ടേംസിലായി. NSS പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി വന്നു. ഒരു വശത്ത് വെള്ളാപ്പള്ളി നരേശനെ തോളിൽ കൈയിടുന്നു. വെള്ളാപ്പള്ളി നരേശൻ പിന്നെ മെഗാഫോണായി. പിണറായിയുടെയും ഈ ഗവൺമെന്റിന്റെയും മെഗാഫോണാണ്. എപ്പോൾ ഫോൺ എടുത്താൽ മെഗാഫോൺ എന്ന് പറഞ്ഞാൽ എപ്പോൾ ഇതെടുത്താലും ഉടൻ തന്നെ സതീശനെ 4 തെറി പറയും. രമേശ് ചെന്നിത്തല അത്ര പറയാറില്ല. കോൺഗ്രസിനെ പറയും, UDFനെ പറയും. അത് ലീഗിന്റെ കെയർ ഓഫിലാണ് പറയുന്നത്. ലീഗിനെ ആദ്യം പറഞ്ഞിട്ട് പിന്നെ സതീശനെ പറയും. അങ്ങനെ പറഞ്ഞ് എങ്ങനെയായാലും പിണറായിക്ക് ആവശ്യമുള്ള വലിയ, ഞാൻ പറയുന്ന വാക്കല്ല, ചില ആളുകൾ പറയുന്ന കുഴലൂത്ത് നടത്തിയെന്നാണ്. എനിക്ക് അങ്ങനെ അഭിപ്രായമല്ല. പക്ഷെ മെഗാഫോണായിരുന്നു. അങ്ങനെ ഇരുന്ന വെള്ളാപ്പള്ളി നടേശൻ ഒരു വശത്ത്, ഒരാഴ്ച മുമ്പാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഒരു സാഹചര്യത്തിലും പിന്നെ ഇവിടെ UDF വരാൻ പോകുന്നില്ല, തകർന്ന് തരിപ്പണമാകും, 3ാം ഭരണവും പിണറായി തന്നെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 80% പിണറായി പിടിക്കുമെന്ന് പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. പിന്നെ ശ്രീലേഖ IPS തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വോട്ട് നേടി, 700-ൽ പരം വോട്ട് നേടി, ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ചത് ശ്രീലേഖ IPS ആണ്. പക്ഷെ ശ്രീലേഖ IPS മുമ്പ് ആറ്റുകാൽ പൊങ്കാലയുടെ കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ട് അവരൊരു പ്രസ്താവന നടത്തി. അന്ന് അവരൊരു പ്രസ്താവനയാണ് നടത്തിയത്. പക്ഷെ ആ പ്രസ്താവനയെ വല്ലാത്ത രീതിയിൽ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് അവരെ ഒരു ഹിന്ദു വിരോധിയാക്കാനുള്ള എല്ലാ ശ്രമവും കോൺഗ്രസും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ നടത്തി. പക്ഷെ നടന്നില്ല. 5 ദിവസം മുമ്പേ നമ്മുടെ K മുരളീധരൻ ഒരു പ്രസ്താവന നടത്തി. അടുത്ത മേയറായിട്ട് ആര് വരുമെന്നൊക്കെ പറഞ്ഞു. BJPയുടെ മേയറായി ശ്രീലേഖ IPS വരുമെന്നല്ലോ എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ അതിനവർ ജയിച്ചിട്ട് വേണ്ടേ? പക്ഷെ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച് ജയിച്ചിരിക്കുകയാണ്. ഇനി ഒരു വിധി വൈപരീത്യം വരുമോ നമുക്കറിയില്ല. K മുരളീധരൻ സാറേ, വട്ടിയൂർക്കാവിലേക്ക് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ച് VV രാജേഷ് മേയറും ഡെപ്യൂട്ടി മേയറായോ കൗൺസിലറായോ ശ്രീലേഖ IPSനെ റിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാവോ? വട്ടിയൂർക്കാവിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ. അങ്ങനെ വട്ടിയൂർക്കാവിൽ ശ്രീലേഖ IPS പ്രവർത്തിച്ച് ഈ ഹൈപ്പിൽ അവർ ജയിക്കുകയും കൂടെ ചെയ്താൽ ഒന്നൊന്നര അയ്യപ്പന്റെ പണിയായിപ്പോ മുരളീധരൻ സാറേ. അതുകൊണ്ട് അടുത്തൊരു 5-6 മാസത്തേക്ക് ശ്രീലേഖ IPSനെ വിട്ടുപിടിക്കുന്നതാണ് K മുരളീധരൻ നല്ലത്. പക്ഷെ ഇനി വീണ്ടും നമുക്ക് പിന്നെ നമ്മുടെ സുകുമാരൻ നായരിലേക്ക് വരണം. സുകുമാരൻ നായർ വളരെ വലിയ തോതിലാണ് പിണറായിക്ക് ആവശ്യമായ സപ്പോർട്ട് കൊടുത്തത്. അത് ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാതെ സഹായം കൊടുത്തു, അല്ലെങ്കിൽ നിർദ്ദേശം കൊടുത്തു എന്ന് മാത്രമല്ല, അതിനുശേഷം തുടർച്ചയായി സ്വർണ്ണക്കൊള്ള പിടിച്ചിട്ട് പത്മകുമാർ നായരായത് കൊണ്ടാണോ പത്മകുമാറിനെതിരെ ഒരു വാക്ക് പറഞ്ഞില്ല, N വാസുവിനെതിരെ ഒരു വാക്ക് പറഞ്ഞില്ല, കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു വാക്ക് പറഞ്ഞില്ല, വാസവനെതിരെ ഒരു വാക്ക് പറഞ്ഞില്ല, ശബരിമലയിലെ കൊള്ള നടത്തിയ ആർക്കെതിരെയും, ദേവസ്വം ബോർഡിലുള്ള ആർക്കെതിരെയോ അതുമായി ബന്ധപ്പെട്ട ഒരാളിനെതിരെയും ഒരു വാക്ക് പോലും സുകുമാരൻ നായർ പറയാതിരുന്നപ്പോൾ നായന്മാർ ഒന്നടങ്കം തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ സുകുമാരൻ നായർക്കും കൂടെ കൊടുക്കണമല്ലോ ഒരെണ്ണം എന്നുള്ള അവരുടെ തീരുമാനം പോയതിന്റെ ഗുണം കിട്ടിയത് നമ്മുടെ ഷോൺ ജോർജ് പറഞ്ഞതുപോലെ ഞങ്ങൾ പണിയെടുക്കും, യവന്മാർ കൊണ്ടുപോകും, ഞങ്ങൾ മഴ നനയും, ഇവർ ഗാലറിയിൽ ഇരുന്നിട്ട് കപ്പടിക്കും. ശരിയാണ്, കറക്റ്റാണ്. ശബരിമലയിലെ പേരിൽ ഏറ്റവും കൂടുതൽ മഴ കൊണ്ടത്, ഏറ്റവും പനി നനഞ്ഞത്, പനി ആയത് 10,000-കണക്കിന്
സംഘപരിവാർ BJP-ക്കാരാണ്. ഇപ്പോഴും കേസ് പറഞ്ഞ് വിദേശത്തു നിന്ന് പോകാൻ കഴിയാതെ നടക്കുന്ന ചെറുപ്പക്കാർ ഇപ്പോഴും ധാരാളം പേര് കേസിൽ പ്രതിയാണ്. ശശികല പ്രതി, KP ശശികല പ്രതിയാണ്. സുരേന്ദ്രൻ 30-40 കേസിൽ പ്രതിയാണ്. ധാരാളം പ്രതികളാണ്. പക്ഷെ അതിന്റെ ഗുണം മാത്രമേ അടിക്കുന്നത് ആന്റോ ആന്റണിയും അതുപോലെ അവിടുത്തെ ബെന്നി ബെഹനാനും ഏത് സമുദായത്തിൽപ്പെട്ട ആളുകൾ UDF ആണ് അതിന്റെ ബെനിഫിറ്റ് അടിക്കുന്നത്. നോക്കൂ, ഇപ്പൊ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണ കൊള്ളയിൽ ഏറ്റവും കൂടുതൽ പൊള്ളിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. പക്ഷെ അതിന്റെ ഗുണം മുഴുവൻ കിട്ടിയത് UDF-നാണ്. BJP-ക്ക് കച്ചി തൊടാൻ പറ്റിയിട്ടില്ല അവിടെ. അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഒരു വശത്ത് നമ്മുടെ സുകുമാരൻ നായരുടെ കഥ, മറുവശത്താണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ അഭ്യാസങ്ങൾ. ഈ രണ്ട് അഭ്യാസങ്ങളെയും കേരളത്തിലെ ഹിന്ദു സമൂഹം എടുത്ത് കളഞ്ഞുവെന്ന് മാത്രമല്ല, അത് അവരാരും മൈൻഡ് ചെയ്തില്ല. SNDP-യുടെ ഒരു ശാഖ പോലും നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മൈൻഡ് ചെയ്തില്ല. സുകുമാരൻ നായർ പറഞ്ഞതാകട്ടെ ഒരു NSS കരയോഗവും കേട്ടതായി ഭവിച്ചില്ല എന്ന് മാത്രമല്ല, അവർ തിരിച്ച് UDF നോട്ട് ചെയ്തു. രണ്ട് മുന്നണികളെയും രണ്ട് പാർട്ടികളെയും, അതായത് ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരുന്നത്, പൗരത്വ ബില്ലൊക്കെ വന്ന സമയത്ത് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരുന്ന കോഴിക്കോട് മൈതാനത്തൊക്കെ, മുതലക്കുളം മൈതാനത്തൊക്കെ വലിയ യോഗങ്ങൾ നടത്തി കാന്തപുരം മുസലിയാരെയും ഇപ്പുറത്തെ ലീഗിനെയും കഴിയുന്ന എത്ര മുസൽമാന്മാരായ എല്ലാ പണ്ഡിതന്മാരെയും തോളിക്കൈയിട്ട് അവർ വേദിയിൽ വന്നതിന് ശേഷം രാജാവിനെ പോലെ ആര് കയറി വരും? പിണറായി വിജയൻ കയറി വരുമ്പം ബാക്ക്ഗ്രൗണ്ടായിട്ട് ബീഗിൾ ന്യൂസാണ് പറഞ്ഞത്, ഇതാ വരുന്നു, മ്യൂസിക് വരെയാണ്, ഇതാ വരുന്നു കേരളത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ രക്ഷകൻ. അപ്പോൾ അദ്ദേഹം വരുന്നു, കൈ കാണിക്കുന്നു. മുസ്ലിങ്ങളെല്ലാം, പാവപ്പെട്ട മുസ്ലിങ്ങളെല്ലാം കൈ അടിച്ചടിച്ച് ഇടത് കൈയും വലത് കൈയും മാറി മാറി എടുക്കുന്നു, മുണ്ട് പടുത്തെടുക്കുന്നു, നെഞ്ചിൽ കയറ്റുന്നു, കർച്ചീഫ് എടുത്ത് തലയിൽ കെട്ടുന്നു, കയ്യിൽ കെട്ടുന്നു. വേണ്ട അടിയായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാ വോട്ടും കോണിക്ക് പോയി, കൈപ്പത്തിക്ക് പോയി. ഉടൻ തന്നെ പിണറായി വിജയന് മനസ്സിലായി ഈ കളി നടക്കത്തില്ല. പിണറായി വിജയൻ ഉടൻ തന്നെ വെള്ളാപ്പള്ളിയെ കാണാൻ തുടങ്ങി, വെള്ളാപ്പള്ളിയുടെ തോളിൽ കൈയിടാൻ തുടങ്ങി. മച്ചായി അവർ മാറി, ഭായി ആയി മാറി. കുറച്ച് കഴിഞ്ഞപ്പോഴോ വെള്ളാപ്പള്ളിയെ ഭായി ആക്കിയപ്പോൾ മനസ്സിലായി ഇന്ന് നായന്മാരെ കൂടെ കൂടുതൽ നിർത്തണം. അങ്ങനെ സുകുമാരൻ നായരെ കൂടെ പിടിച്ചു. അങ്ങനെ ആഗോള അയ്യപ്പ സമൂഹത്തെ പറഞ്ഞ് പല നായന്മാരെ കൂടിയൊക്കെ അതിനകത്തൊക്കെ കയറ്റി. പലരും, ഞാൻ പേര് പറയുന്നില്ല, പേര് പറഞ്ഞ് നമുക്ക് വേണ്ടപ്പെട്ടവരെ പേരുകളൂടെ പറയേണ്ടി വരും. അങ്ങനെ ചില നായന്മാരെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കയറ്റി അവസാനം സുകുമാരൻ നായരെയും കൂടെ കയ്യിലെടുത്തു. ഒരു വശത്ത് നായര്, ഒരു വശത്ത് ഈഴവൻ. പക്ഷെ അപ്പോഴുള്ള കുഴപ്പം പറ്റി അടൂർപ്പാസിയുടെ കഥ പറഞ്ഞ പോലെ ഇവരിവിടെ വലിയ സന്നാഹങ്ങൾ പിണറായിയും സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും കൂടെ നടത്തിയപ്പോൾ അപ്പുറത്തെ ആളുകളൊക്കെ വേറെ തീരുമാനമെടുത്തു. ഈ 3 പേർക്ക് ഒരു പണി കൊടുക്കണം എന്ന് തീരുമാനിച്ചു. ജനങ്ങൾ പോയി, മാസായിട്ട് പോയി UDF-ന് ഇടിച്ചു. കുറച്ച് പേര് വിചാരിച്ചു BJP-യും കുറച്ച് പണിയൊക്കെ ചെയ്തതല്ലേ, അവർക്ക് വോട്ട് കൊടുത്തു. എന്ത് തന്നെയായിരുന്നാലും കേരളത്തിൽ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് LDF-ഉം UDF-ഉം അല്ലെങ്കിൽ LDF-ഉം BJP എന്നാണ്. ഇനി പറഞ്ഞു തുടങ്ങി രാജീവ് ചന്ദ്രശേഖർ അടക്കം, മുരളീധരൻ അടക്കം എല്ലാവരും പറഞ്ഞു തുടങ്ങി ഇനി കേരളം പോകുന്നത് BJP വേഴ്സസ് UDF എന്നാണ്. അതിന്റെ സാധ്യതയുണ്ട്. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിന്റെ ജോസഫ് ഗ്രൂപ്പോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ ഒരു കാരണവശാലും BJP-യിലോട്ട് പോകാൻ സാധ്യതയില്ല. ഇടതുവശത്തും വലുതായിട്ട് പോകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ജോസഫ് ഗ്രൂപ്പ് ഇപ്പൊ ശക്തമായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്ഷീണിക്കുന്നത് ഇടതുപക്ഷമായിരിക്കും. ഇതിനിടയിൽ ഒരു തമാശ കൂടെ പറഞ്ഞ് നമുക്ക് മതിയാക്കാം. വിനോയ് വിശ്വവും പറഞ്ഞിട്ടുണ്ട് പഠിക്കുമെന്ന്. എന്തൊരു പഠിക്കുമെന്ന് അറിഞ്ഞൂടെ? എന്റെ പൊന്ന് വിനോയ് വിശ്വമേ, നിങ്ങൾ കുറെ കാലം കൊണ്ട് പഠിക്കുകയാണ്. നിങ്ങൾ ഇന്ത്യ പാർട്ടി 2ആയ കാലം തൊട്ട് പഠിക്കുകയാണ്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ പഠിച്ച് തോറ്റ ഒരു പരീക്ഷയിൽ നിങ്ങൾ ജയിക്കുന്നില്ലല്ലോ. നിങ്ങൾ തെരഞ്ഞെടുപ്പിന് തോറ്റ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടികളിൽ ഒന്നായിരുന്നു നിങ്ങൾ. എത്ര പരീക്ഷ എഴുതി, എല്ലായിടത്തും തോറ്റില്ലേ? നിങ്ങൾ തോറ്റ് ഇങ്ങനെ കിടക്കുമ്പോൾ വീണ്ടും എത്രാമത്തെ തവണയാണ് നിങ്ങൾ ഈ പരീക്ഷ എഴുതുന്നതും പഠിക്കുന്നതും? നിങ്ങൾ ഗ്ലാസ് നോസ്റ്റും പെരിസ്ട്രോയിക്ക കാലം തൊട്ട് ഇങ്ങനെ പഠിക്കുകയാണ്. പഠിച്ച് വന്ന് ഇപ്പൊ വീണ്ടും പറഞ്ഞു ഞങ്ങൾ പഠിക്കും, തിരുത്തും. നിങ്ങൾ പഠിക്കാനും പോണില്ല, തിരുത്താനും പോണില്ല. അധികാരം കിട്ടുമോ അഹങ്കാരം തലയ്ക്ക് പിടിക്കും. CPIക്ക് കുറച്ച് പിടിക്കും, കൂടുതൽ പിടിക്കുന്ന CPM-നായിരിക്കും. വല്ലാതെ തലയ്ക്ക് പിടിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മനുഷ്യനെയും കണ്ടാൽ തിരിച്ചറിയത്തില്ല. നിങ്ങളുടെ പാർട്ടിപ്പെട്ടവരെ തന്നെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കുറച്ചുപേരെ കാണാം. അല്ലാത്ത പാർട്ടിക്കകത്തുള്ള സാധാ സഹാക്കളെ നിങ്ങൾക്ക് കാണാൻ കണ്ണില്ല. മറിച്ച് മറ്റു പാർട്ടിയിലുള്ളവർ നിങ്ങൾക്ക് കണ്ണേ ഇല്ല. ഏത് സഭ എടുത്താലും, അക്കാഡമിക് ബോഡി എടുത്താലും, പ്രൊഫഷണൽ ബോഡി എടുത്താലും അവിടെയെല്ലാം സഹാക്കന്മാരെ കുത്തിത്തിരികും. ഇപ്പൊ കുത്തിത്തിരികുന്നതിന് വേറെ കാര്യമുണ്ട്. ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കുത്തിത്തിരികുന്നത്. അങ്ങനെ കുത്തിത്തിരികുന്നതല്ലാതെ ഈ രാജ്യത്തെ ക്രെഡിബിലിറ്റി ഉള്ള, ഈ രാജ്യത്തെ ക്രിയേറ്റീവായി ജോലി ചെയ്യുന്ന ആർക്കും അവസരമില്ലാത്തൊരു കേരളമാക്കി മാറ്റിയെടുത്തതിൽ നിങ്ങൾക്ക് വലിയ പങ്കുണ്ടാവുണ്ട്. നിങ്ങൾ എത്ര പഠിച്ചാലും നിങ്ങൾ ഇടത്തോട്ടിരുന്നേ പഠിക്കുള്ളൂ. നിങ്ങൾ അല്ലെങ്കിൽ വലത്തോട്ടിരുന്ന് പഠിക്കും, നേരെ ഇരുന്ന് പഠിക്കില്ല. അങ്ങനെ നേരെ ഇരുന്ന് എന്നാണോ നിങ്ങൾ പഠിക്കുന്നത് അന്നായിരിക്കും ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ ഒരു സാധ്യതയുള്ളത്. അത് നിങ്ങൾ ഓരോ ദിവസം കഴിയുന്നതോറും നിങ്ങൾ തീരുമാനിക്കുന്നതും നിങ്ങൾ ചെയ്യുന്നതും ഞങ്ങൾ നശിക്കും. അങ്ങനെ ഞങ്ങൾ നശിച്ചില്ലെങ്കിൽ ഞങ്ങൾ നശിപ്പിക്കും, സ്വയം നശിച്ചില്ലെങ്കിൽ ഞങ്ങൾ പണിയെടുത്തതിനെ നശിപ്പിക്കും എന്ന് നിങ്ങൾ പറയുമ്പോൾ മറുവശത്ത് മറ്റു പാർട്ടികൾ അവരുടെ അല്ലാത്ത കാരണങ്ങൾ കൊണ്ടുപോലും
പ്രതിപക്ഷം വലിയ ജോലി ചെയ്തിട്ടൊന്നും അല്ല ഇവിടെ കയറി വന്നത്. ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്തത് നിങ്ങളുടെ ചെയ്തികൾ ഒന്നൊന്നായി, നിങ്ങളും സി പി എമ്മുമായിട്ടുള്ള സംഘർഷം, നിങ്ങൾ സി പി ആയിട്ടുള്ള തല്ല്, പരസ്പരം പാര, മുഴുവൻ കാര്യങ്ങളും മാധ്യമങ്ങൾ വഴി, സോഷ്യൽ മീഡിയയിൽ വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയും സെക്കൻഡുകൾക്കുള്ളിൽ വീട്ടമ്മമാരുടെ അടുത്തെത്തുമ്പോൾ, ശബരിമല കൊള്ള അടുക്കളയിലിരിക്കുന്ന വീട്ടമ്മയുടെ മൊബൈൽ ഫോണിൽ കാര്യങ്ങൾ എത്തുമ്പോൾ, നിങ്ങൾ നടത്തിയ PM ശ്രീയിൽ നിങ്ങൾ നടത്തിയ ശക്കളത്തി പോരാട്ടം, നിങ്ങൾ ഓരോ വിഷയത്തിലും നടത്തുന്ന പ്രശ്നങ്ങൾ വീട്ടമ്മയുടെ, അമ്മൂമ്മയുടെ, അപ്പൂപ്പന്റെയും മക്കളുടെയും ചെറുമക്കളുടെയൊക്കെ മൊബൈൽ ഫോണിൽ വാട്സപ്പിൽ മെസ്സേജുകളായി കിട്ടുമ്പോൾ ജനങ്ങൾ നിങ്ങൾക്കെതിരാകും. അത് നിങ്ങൾ മനസ്സിലാക്കാത്ത പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള കേരളത്തിൽ ഈ വർഗീയതയെന്നും നരേന്ദ്രമോദി എന്നും കോർപ്പറേറ്റ് എന്നും അദാനി എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ഇടതുപക്ഷ രാഷ്ട്രീയം കെട്ടിപ്പടുക്കാൻ കഴിയില്ലെന്നുള്ള ബാലപാഠമെങ്കിലും നിങ്ങളൊന്ന് പഠിക്കുക പ്രിയ സഹാക്കളെ.